നമസ്തേ സജ്ജനങ്ങളെ. സനാതനധർമ്മ മാർഗത്തിലെ ഏറ്റവും ശക്തവും മനോഹരവുമായ ഒന്നാണ് ശ്രീ ലളിതാ സഹസ്രനാമ ജപം. ഭഗവതി ശ്രീ ലളിതാംബികയുടെ 1000 നാമങ്ങളടങ്ങിയ ഈ ഗ്രന്ഥം കേവലം ഒരു പ്രാർത്ഥനാ ഗ്രന്ഥം മാത്രമല്ല, അത് പ്രപഞ്ചത്തിലെ സാത്വികമായ ഊർജപ്രവാഹം കൂടിയാണ്. സനാതനി തോട്ട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ശ്രീ ലളിതാ സഹസ്രനാമം എന്തെന്നും അത് ജപിക്കുന്നവർക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഉത്തരാഖണ്ഡത്തിലാണ് ശ്രീ ലളിതാ സഹസ്രനാമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹയഗ്രീവൻ അഗസ്ത്യമുനിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഭണ്ഡാസുരൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ മഹാമായ യാഗാഗ്നിയിൽ നിന്നും ലളിതാംബികയായി അവതരിച്ചു. ദേവി സുന്ദരമായ മണിദ്വീപത്തിലാണ് വസിക്കുന്നത്. ലളിതാദേവിയുടെ ആജ്ഞ അനുസരിച്ച് വശിന്യാദി വാഗ്ദേവതമാരാണ് ദേവിയുടെ ഈ 1000 നാമങ്ങൾ രചിച്ചത്. വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജയിനി, സർവേശ്വരി, കൗലിനി എന്നിവരാണ് വശിന്യാദി വാഗ്ദേവതകളായ ദേവിമാർ. ഈ ദേവതമാർക്ക് ശ്രീചക്ര രഹസ്യം നന്നായി അറിയാം. അതിനാൽ തന്നെ ഈ ദേവിമാരാണ് ലളിതാദേവിയുടെ ഭക്തന്മാർക്ക് വാക്സാമർഥ്യം നൽകി അനുഗ്രഹിക്കുന്നത്. വശിന്യാദി വാഗ്ദേവതമാരെക്കുറിച്ച് വിശദമായി നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. മറ്റു സഹസ്രനാമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ലളിതാ സഹസ്രനാമത്തിന് പുനരുക്തിയില്ല. അതായത് ഇതിൽ ഒരു നാമം പോലും ആവർത്തിച്ചു വരുന്നില്ല. സഹസ്രനാമം ജപിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ലളിതാ സഹസ്രനാമത്തിൻ്റെ ആത്മീയവും ശാസ്ത്രീയവുമായ വശങ്ങൾ. നമ്മുടെ ശരീരത്തിലെ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ഊർജ കേന്ദ്രങ്ങളെ അഥവാ ചക്രങ്ങളെ, അവയിലെ ദേവീഭാവങ്ങളെക്കുറിച്ച് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നു. ഇത് നിത്യേന ജപിക്കുന്നത് നമ്മുടെ ഊർജ കേന്ദ്രങ്ങളെ ഉണർത്താനും അതിലെ ശക്തിയെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രോച്ചാരണം തലച്ചോറിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. ആവശ്യമല്ലാത്ത ദുഷ്ടചിന്തകളെ നീക്കി മനസ്സിന് ഏകാഗ്രത നൽകുവാൻ ലളിതാ സഹസ്രനാമത്തിന് സാധിക്കും. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ നിലവിളക്ക് കൊളുത്തി ദേവിയുടെ ചിത്രത്തിനു മുന്നിൽ, ശ്രീചക്രത്തിനു മുൻപിലോ ഇത് ജപിക്കാവുന്നതാണ്. എല്ലാ സജ്ജനങ്ങളും ശ്രീ ലളിതാ സഹസ്രനാമ ജപം ഒരു ദിനചര്യയാക്കുക. എല്ലാവർക്കും ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ചാനൽ, ഇതിലിടുന്ന വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ദയവായി ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകൾ, അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. തീർച്ചയായും എല്ലാ സജ്ജനങ്ങൾക്കും നന്മ വരട്ടെ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹരി ഓം, നമസ്തേ.